ഹലതാക ഹദീസുൽ ഗാശിയ. ആ മഹാസംഭവത്തിന്റെ പൊരുളുകൾ അറിയുന്നില്ലയോ സഹോദര? വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിക്കാൻ വേണ്ടി, പവിത്രമായ ജുമുഅക്ക് വേണ്ടി പള്ളിയിലെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം നമ്മുടെ മുമ്പിൽ നിന്ന്, അത് മണപ്പള്ളി ജുമുഅ മസ്ജിദിലാവട്ടെ, ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജുമുഅകളിലാകട്ടെ, രാഷ്ട്രീയ തലങ്ങളിലും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ജനീവയിലും സുഡാനിലും എന്നു വേണ്ട, ലോകത്ത് ആദ്യമായി പത്രം വായിക്കുന്ന ഫിജി എന്ന കരീബിയൻ രാഷ്ട്രത്തിൽ പോലും ഏത് ഭാഷ സംസാരിക്കുന്ന ഇമാമാവട്ടെ, അയാൾ മലയാളം പറയുന്നവനാവട്ടെ, തമിഴ് പറയുന്നവനാവട്ടെ, ഹിന്ദി പറയുന്നവനാവട്ടെ, അങ്ങകലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിലെ ഇംഗ്ലീഷോ ഫ്രഞ്ചോ എന്ന് വേണ്ട, ഏത് ഭാഷകൾ സംസാരിക്കുന്ന ഇമാമാണെങ്കിലും ആ ഇമാമെല്ലാം ഒരേ ഭാഷയിൽ, ഒരേ സ്വരത്തിൽ, അറബി ഭാഷയിൽ ഒരേ സ്വരത്തിൽ, ഒരേ നിയമത്തിൽ അവര് പാരായണം ചെയ്യുന്ന ഒരു മുന്നറിയിപ്പ് ഏതെന്നറിയോ? ഭൗതികമായ ജീവിതത്തിന്റെ ഈ കിടമത്സരങ്ങളുടെ ഇടയിലൂടെ എന്തൊക്കെയോ മിഥ്യാധാരണകളിൽ ചീറിപ്പാഞ്ഞു പോകുന്ന മനുഷ്യനോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഈ കണ്ടതൊന്നും സംഭവങ്ങളല്ല, ഇന്ന് നടന്നതോ ഇനി നടക്കാനിരിക്കുന്നതോ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതോ അതൊന്നും ഒരു മഹാസംഭവമാണെന്ന് നിങ്ങൾ വിലയിരുത്തണ്ട. വരാനിരിക്കുന്ന ഏറ്റവും വലിയ മഹാസംഭവം ഏതെന്നറിയോ? അത് ശാസ്ത്രം പറയുന്നത് പോലെ നമ്മളെല്ലാവരും നിസ്സാരമായി കിടന്നുന്ന ഒരു തുള്ളി ജലത്തിന് വേണ്ടി വരുന്ന മൂന്നാം ലോക മഹായുദ്ധമല്ല, സൂര്യനും ചന്ദ്രനും ഒരേ രേഖയിൽ വന്നിട്ട് വരുന്ന സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ 1000 ആണ്ട് വർഷങ്ങൾ ഒരിക്കലെങ്ങാനും പിറവിയെടുക്കുമെന്ന് പറയുന്ന ഉൽക്കകളുടെ വരവോ, അതല്ലെങ്കിൽ ബഹിരാകാശ ലോകത്തേക്ക് പോകുന്ന ഇലോൺ മസ്കിന്റെ ഭൗതിക വാഹനത്തെ കുറിച്ചുള്ള ചർച്ചയോ